ചിലർക്കെങ്കിലും ലോജിക്കലായി തോന്നാവുന്ന ഒരു കാര്യമാണ് ബൈബിൾ ഇത്രയും തവണ ട്രാൻസ്ലേറ്റ് ചെയ്താണെങ്കിലും കോപ്പി ചെയ്താണെങ്കിലും ഒറിജിനൽ മെസ്സേജ് മാറിയിരിക്കില്ല എന്നുള്ളത്. പക്ഷേ ഹിസ്റ്റോറിയൻസിന്റെ റിസർച്ച് പ്രകാരം ബൈബിളിൽ ലോകത്തിലെ ഏറ്റവും നന്നായി പ്രിസർവ് ചെയ്യപ്പെട്ട ടെക്സ്റ്റുകളിൽ ഒന്നാണ്. ഒരു ഫെമിലിയർ ഹിസ്റ്റോറിക്കൽ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോൺക്രേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. സ്കൂൾ ഹിസ്റ്ററി മുതൽ ഡോക്യുമെന്ററീസ് വരെ അദ്ദേഹത്തിനെ പറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്നത് BC 300-കളിലാണ്. പക്ഷേ അലക്സാണ്ടറിന്റെ ലൈഫിനെ കുറിച്ചുള്ള പ്രധാന ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സ് എഴുതപ്പെട്ടത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് 300 മുതൽ 400 വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് ഹിസ്റ്റോറിയൻസ് ഇന്ന് അലക്സാണ്ടറിന്റെ ലൈഫ് റീകൺസ്ട്രക്ട് ചെയ്യുന്നത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് സെഞ്ചുറീസ് കഴിഞ്ഞ് ലഭിച്ച സോഴ്സുകളിൽ നിന്നാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ആരും തന്നെ ചോദിക്കാറില്ല. അതുപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. എംപറർ അശോക, ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എംപറേഴ്സിൽ ഒരാൾ. അശോകയെക്കുറിച്ചുള്ള പ്രധാന ഹിസ്റ്റോറിക്കൽ എവിഡൻസ് നമുക്ക് ലഭിക്കുന്നത് ഈ തൂണുകളിൽ നിന്നും കല്ലുകൾ കൊത്തിവെച്ച ഇൻസ്ക്രിപ്ഷനുകളിൽ നിന്നൊക്കെയാണ്. കുറച്ച് ഇൻസ്ക്രിപ്ഷൻ മാത്രമാണെങ്കിൽ പോലും അശോകയുടെ എക്സിസ്റ്റൻസിനെ പറ്റിയും ആരും ചോദ്യം ചെയ്യാറില്ല. ഇനി നമുക്ക് ബൈബിളിലെ പുതിയ നിയമത്തിലൊന്ന് നോക്കാം. പുതിയ നിയമത്തിന് സ്കോളേഴ്സ് കണ്ടെത്തിയിരിക്കുന്നത് ഏകദേശം 5000-ൽ കൂടുതൽ ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റുകളാണ്. ലാറ്റിൻ, സിറിയക്, കോപ്റ്റിക് മുതലായിട്ടുള്ള ഏൻഷ്യൻ ട്രാൻസ്ലേഷൻസ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ 20,000-ൽ കൂടുതൽ മാനുസ്ക്രിപ്റ്റുകൾ ലഭ്യമാണ്. ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ ഇത് വളരെ റെയറായി കാണപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതിലെ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ളത് നമ്പേഴ്സ് അല്ല, ഇതിലുള്ള ടൈം ഗ്യാപ്പ്. ന്യൂ ടെസ്റ്റ്മെന്റിലുള്ള ചില കോപ്പീസ് ഒറിജിനൽ റൈറ്റിംഗ്സിന് ശേഷം ഏകദേശം 50 തൊട്ട് 60 വർഷങ്ങളിനുള്ളിൽ തന്നെ ലഭ്യമാണ്. അതായത് യേശുവിന്റെ ലൈഫ് കഴിഞ്ഞ് ഫസ്റ്റ് സെഞ്ചുറീസ് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ തന്നെ ഈ കോപ്പീസ് സർക്കുലേറ്റ് ചെയ്യുകയായിരുന്നു. സാധാരണ ഹിസ്റ്റോറിയൻസ് വർക്ക് ചെയ്യുന്നത് ഏകദേശം നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതപ്പെട്ട മാനുസ്ക്രിപ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ സ്കോളേഴ്സ് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കാണുന്നത് അതിലെ എഴുത്തുകൾ വളരെയധികം കൺസിസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ്. അതിലെ ഒറിജിനൽ വേർഡിങ് വരെ വളരെ ആക്യുറേറ്റ് ആയിട്ട് അവർക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. കുറച്ച് എവിഡൻസ് മാത്രം കിട്ടുമ്പോൾ തന്നെ സന്തോഷിക്കുന്ന ഹിസ്റ്റോറിയൻസ് ഇവിടെ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ തെളിവുകൾ കാണുമ്പോൾ അവർ വളരെയധികം സന്തോഷവാന്മാരാണ്. അതുകൊണ്ട് തന്നെ ബൈബിളിനെ ലോകത്തിലെ വൺ ഓഫ് ദ സ്ട്രോങ്ലി preserved text ആയി നമുക്ക് പറയാം. Hope you guys enjoyed today's message. Take care and God bless you all.